പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ എമ്പുരാൻ, അതിൻ്റെ ട്രെയിലർ ഡീകോഡിംഗ് വീഡിയോ എവിടെ എന്ന് ചോദിച്ച് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. നമ്മളത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെ അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അത്രയും ഷോർട്സ് ഇടുന്നുണ്ട്. പക്ഷേ ഈ ഷോർട്സ് സിനിമയുടെ എല്ലാ ഭാഗങ്ങളെയും ഒന്നും കണക്ട് ചെയ്യുന്നതല്ല, വളരെ കുറച്ച് ഭാഗങ്ങളുടെ വേറെ ആംഗിളിലൊക്കെയുള്ള ഷോർട്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. എന്തായാലും ഒരു പ്രാഥമിക റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും കിട്ടുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഡീകോഡ് ചെയ്യാനിരിക്കുമ്പോൾ നല്ലോണം പണിയെടുക്കണം. ആൻഡ് അതിനിടയ്ക്ക് ഇവരുടെ ഈ പാൻ ഇന്ത്യൻ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മുംബൈയിലും അതുപോലെ ഹൈദരാബാദിലും ഒക്കെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവർ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്. ഈ ഇൻ്റർവ്യൂസിനെ അധികരിച്ചുകൊണ്ട് ഒരുപാട് റീലുകളും കുറേ പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൊറിഞ്ഞ ചോദ്യങ്ങളുമായി പത്രപ്രവർത്തകർ എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും ടൈറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആലോചിച്ചു, അങ്ങനെ ചൊറിഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോ? എന്തായാലും ആ ഇൻ്റർവ്യൂസൊക്കെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരുടെ ഹൈദരാബാദിലും ബോംബെയിലും നടന്നിട്ടുള്ള മുംബൈയിലും നടന്നിട്ടുള്ള ആ ഇൻ്റർവ്യൂസ് ഞാനിരുന്ന് കണ്ടു. ഇൻ്റർവ്യൂസ് എന്ന് വെച്ചാൽ പ്രസ് മീറ്റ് കണ്ടു. അതിലെനിക്ക് ചൊറിയുന്ന ചോദ്യം എന്ന രീതിയിൽ പെടുത്താവുന്ന ഒരു ക്വസ്റ്റ്യനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. അത് എന്തിന് കന്നഡ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം കുറച്ച് അതിനകത്തൊരു ചൊറിച്ചിലുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് സൗത്ത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്, നമ്മളും കൊടുക്കാറുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ആന്ധ്രാപ്രദേശിലാണെങ്കിലും ഇവരുടെ ഈ അവനവൻ്റെ ഭാഷ എന്ന് പറയുന്നത് അവർ ഒന്നിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായി തന്നെ ഉപയോഗിക്കുക, രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ അവരുടെയൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ കന്നഡികൻ അല്ലെങ്കിൽ ഒരു തെലുങ്ക് മാതൃഭാഷയായിട്ടുള്ള ആൾ ചിലപ്പോൾ ചിന്തിക്കും, നമ്മുടെ ഭാഷയിലുള്ള പടങ്ങൾ എല്ലോ മലയാളം. ഒന്നാമതേ മലയാള സിനിമകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷം എവിടെ നിന്നില്ലാതെ ഒരു ഹെയ്റ്റ് വരുന്നത്, എന്തൊരു മലയാള സിനിമകൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, നമുക്ക് നമ്മുടെ സിനിമയില്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറച്ച് അനാവശ്യ ചർച്ചകൾ ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഇതും കൂടി കേൾക്കുന്ന ഒരു കന്നഡികനോ അല്ലെങ്കിൽ ഒരു തെലുങ്കനോ ചിലപ്പോൾ സംശയം തോന്നിയെന്ന് വരും. ആ ഒരു നാച്ചുറൽ സംശയം ഉണ്ടല്ലോ, ഒരു സാധാരണക്കാരനായ കന്നഡ പ്രേക്ഷകൻ ഇങ്ങനൊരു മലയാള സിനിമ തിയേറ്ററിൽ വന്ന് കാണേണ്ട ആവശ്യം എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ ആ ചോദ്യം റെലവൻ്റ് ആണ്. മാത്രമല്ല ആ ചോദ്യം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എമ്പുരാൻ്റെ ടീം ഉത്തരം നൽകിയത്. KGF 2-ഉം സലാറും ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് എൻ്റെ കമ്പനിയാണ് എന്ന് പൃഥ്വിരാജിന് അവിടെ നിന്ന് പറയാൻ പറ്റുന്നുണ്ട്. പുഷ്പയെക്കുറിച്ച് മോഹൻലാൽ സംസാരിക്കുന്നു. പല ഭാഷകളിൽ നിന്നുള്ള സിനിമകൾ മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന് ഒരു അർഹിക്കുന്ന പരിഗണന കൊടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഇവിടെ ആരാധകരുണ്ട്, ആ താരങ്ങൾക്ക് ഇവിടെ ആരാധകരുണ്ട്, അവരെ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊമോഷൻസ് ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ പരിപാടികളാണെങ്കിലും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ആക്ച്വലി അതൊരു പ്ലസ് പോയിന്റ് തന്നെയായിരുന്നു. കുറേ നാൾ മുമ്പ് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്തിനീ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിനിമകൾക്ക് ഇത്രയും സ്ക്രീനുകൾ ഇവിടെ കൊടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മലയാള സിനിമ അത് തിരിച്ചു പിടിക്കുകയാണ്. ആ കൊടുത്ത സ്പേസ് നമുക്കിപ്പോൾ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുകയാണ്. പക്ഷേ ഇതിനൊക്കെ കാരണമാവുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഇത് കുറേ ആൾക്കാർ ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. എന്തിനാണ് എമ്പുരാൻ ഈ ഹൈപ്പ് കിട്ടുന്നത്? വൈ ദിസ് ഹൈപ്പ്? എന്തിനാണ് എമ്പുരാൻ ഇത്ര ഹൈപ്പ് എന്ന് പറയുന്ന ചോദ്യത്തിന് എനിക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് ഉത്തരങ്ങൾ അത് പറയാനാണ് ഈ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ്സ് ഓൾ അബൌട്ട് കോൺടാക്ട്സ് വെൻ ഇറ്റ് കംസ് ടു കോർപ്പറേറ്റ് പരിപാടി. നമ്മൾ ഈ സലാറും KGF-ഉം പോലെയുള്ള സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഹുംബാല എടുത്ത് നോക്കുകയാണെങ്കിൽ, അത് മാത്രമല്ല മറ്റ് വിവിധ ഭാഷകളിലുള്ള ഈ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ പറ്റുന്ന വലിയ വലിയ കമ്പനികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കോൺടാക്ട്സ് എന്ന് പറയുന്നത് അത് വളരെയധികം വിലയുള്ളതാണ്. മുമ്പ് ഏതൊരു ക്രിക്കറ്റ് താരമാണോ അതോ ഒരു മോഡലാണോ ആരാണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ല, ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ പല സ്ഥലത്തും ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട്സ് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ആളുകളോട് നന്നായി പെരുമാറുക എന്നുള്ളതുണ്ട്. പിന്നെ അവരൊക്കെ പങ്കെടുക്കുന്ന ഫംഗ്ഷൻസിൽ നമ്മൾ അതിൻ്റെ ഭാഗമാവുക, പാർട്ടീസിൽ അതിൻ്റെ ഭാഗമാവുക, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സൗഹൃദങ്ങൾ നമ്മുടെ അടുത്ത വളർച്ചയ്ക്ക് കാരണമാവുമെന്നാണ്. ഞാൻ കുറച്ച് കോർപ്പറേറ്റ് സ്വഭാവമുള്ള കമ്പനികളിൽ ജോലി ചെയ്തുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വെറും ഒരു തൊഴിലാളിയായിട്ട് നിൽക്കാം. അതായത് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു, ഞാൻ ആ ജോലി പോയി ചെയ്യുന്നു, അത് കഴിഞ്ഞു. പക്ഷേ എൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന, അത് ചിലപ്പം അതിന് മുകളിൽ ചിലപ്പോൾ CEO ഒക്കെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിൻ്റെ ഒരു ക്രൂക്കഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉഡായിപ്പ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറയുന്ന സിനിമ. അതിനകത്ത് മോഹൻലാൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വളരെ ഉന്നത നിലയിലേക്കാണ് നമ്മുടെ ശ്രീനിവാസൻ്റെ ക്യാരക്ടർ എന്ന് കയറുന്നത്. എങ്ങനെ സംഭവിക്കുന്നത്? മുകൾ തട്ടിലുള്ള ഇതൊരു ഹൈറാർക്കിയൽ പരിപാടിയാണ്. ഇവർ ഒരു ലെയർ ഓഫ് വലിയ വലിയ ആൾക്കാരാണ്. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഇവർക്ക് കുറച്ചും കൂടി റീച്ച് ഉണ്ട്, കുറച്ചും കൂടി കോൺടാക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി പൈസയുണ്ട്, അല്ലെങ്കിൽ കുറേ കൂടി ഇൻഫ്ലുവൻഷ്യലാണ്. അതിന് മുകളിൽ വേറൊരു ലെയർ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഓരോ ലെയറിലും നമുക്ക് കോൺടാക്ട്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യത്തിന്, ചിലപ്പോൾ നമ്മുടെ ടാലൻ്റ് ആയിരിക്കാം, നമ്മുടെ സ്കിൽസ് ആയിരിക്കാം, ചിലപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ സിനിമയായിരിക്കാം. ഇത് വിറ്റഴിക്കാൻ അവർക്ക് നമ്മളെ കുറേയും കൂടി വലിയ സ്കെയിലിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കും. ഇപ്പോൾ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ മുംബൈ പ്രസ് മീറ്റിൽ പറയുന്നൊരു കാര്യം, അനിൽ തദാനിയെ വിളിച്ച് ഫോൺ ചെയ്ത് ചോദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അത്തരം ഒരു കോൺടാക്ട് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്
അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് പോകുന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് ഒരുപാട് ബോളിവുഡ് സിനിമകളുടെ ഭാഗമായിരുന്നു. തമിഴ് ഫിലിം ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാൽ മറ്റേത് ഭാഷയിലെ ഇൻഡസ്ട്രീസ് എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെയൊക്കെ പൃഥ്വിരാജിൻ്റെ ഒരു വരവ് പോക്കുണ്ട്. അറ്റ്ലീസ്റ്റ് വളരെ വലിയ പേരുകളുള്ള സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ട്. പുള്ളി ഇതെല്ലാം പ്ലാൻ ചെയ്ത് കോൺടാക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഴയ ഇൻ്റർവ്യൂസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ പറയുന്നുണ്ട് ഒരു 10 വർഷം 20 വർഷത്തിന് ശേഷം മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ മുഖമായി മാറുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംബാസഡറായി മാറുന്നതിനെക്കുറിച്ച് അദ്ദേഹം സ്വപ്നം കണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം കേട്ടോ. ആഗ്രഹിച്ച് വെറുതെ വീട്ടിൽ കുത്തിരുന്നിട്ട് കാര്യമില്ല. വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ പ്രപഞ്ചം നമുക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി തരും എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സ് അതിശക്തമായ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ആ ആഗ്രഹത്തിലേക്ക് എത്താനുള്ള ഓരോ കുഞ്ഞു പോയിന്റ്സും നമ്മൾ തന്നെ സ്വരുക്കൂട്ടി വെക്കും. ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ ആരംഭിച്ച് വീഡിയോ ചെയ്യണമെന്നൊക്കെ ഏതൊരു കാലത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വിട്ടതാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം എനിക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിക്കണമെന്ന് തോന്നി. അനിയനോട് ചോദിക്കുന്നു, അവൻ പറഞ്ഞു തരുന്നു. ആ സമയത്ത് ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഒരു ഡിജിറ്റൽ വിങ് ഉണ്ടായി വരുന്നു. അപ്പോൾ എങ്ങനെയാണ് വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യുക, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ഞാൻ പോലും അറിയാതെ ഞാൻ അതിൻ്റെ ഒരു ഭാഗമാകുമായിരുന്നു. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. ഇതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇതൊക്കെ ചെയ്തത്, പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു, പണിയെടുക്കാൻ മനസ്സുണ്ടായിരുന്നു. അങ്ങനെ ഗ്രാജുവലി സംഭവിച്ചു ഒന്നാണ്. ഇനിയും എൻ്റെ ഉള്ളിൽ വേറെയും കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ചിലതൊക്കെ ഒത്തൊത്തു വരുന്നുണ്ട്. ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ഒരു വലിയ വിഷൻ ഉണ്ടാവുക, അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക എന്ന് പറയുന്ന ഒരു കാര്യം. ആ ഹാർഡ് വർക്കിലൂടെ ജസ്റ്റ് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ഭാഗമായി നല്ല കോൺടാക്ട്സ് ഡെവലപ്പ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ട്രാറ്റജി. പ്രത്യേകിച്ച് നമ്മളൊരു പാൻ ഇന്ത്യൻ ലെവലിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കോർപ്പറേറ്റ് സെറ്റപ്പുകളുണ്ട്. അല്ലാതെ 5 കോടി രൂപയ്ക്ക് പടം തീർത്തിട്ട് 6.5 കോടി രൂപ ലാഭം കിട്ടണം, തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല, തൊഴിലാളികൾ അമിത സമയം ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ വാദിക്കുന്ന കുറേ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് വിചാരിച്ചിരുന്നിട്ടോ, തൊഴിലാളികൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുതലാളിമാർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സിസ്റ്റം നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്സ് ഒക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടോ അങ്ങനെയൊന്നും നമുക്കൊരു വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റർ ഈ സിനിമയുടെ ഭാഗമാവുന്ന സമയത്ത് ഇപ്പോൾ തമിഴിൽ നിന്നാണെങ്കിൽ ഒരുപാട് സിനിമകൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം തിരിച്ചങ്ങോട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടി നിർമ്മാണ പങ്കാളിത്തമുള്ള ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ആ ഒരു പരിഗണനയ്ക്കുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സിനിമയ്ക്ക് അവർ കൊടുത്തിരിക്കുന്ന ആക്ച്വലി അതൊരു പ്ലാൻഡ് പബ്ലിസിറ്റി എന്നൊക്കെ പറയാവുന്ന ആ ഒരു രീതിയിൽ, അതായത് ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അതിനെ കൂടി പബ്ലിസിറ്റിയായി മാറ്റാനുള്ള ഈ സിനിമയുടെ അതിൻ്റെ പിന്നണി പ്രവർത്തകരുടെ ഒരു കഴിവെന്ന് പറയുന്നത് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറാൻ പോകുന്നു എന്നുള്ളത് വലിയൊരു ഹൈപ്പിൽ വലിയൊരു വാർത്തയായി വരുന്നു. ലൈക്ക പോലൊരു പ്രൊഡക്ഷൻ കമ്പനി ഒരു പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രം വലിയ വാർത്തയാവുന്ന ഒന്നല്ല. അത് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ സിനിമകൾ ഏതൊക്കെ ഭാഷകളിൽ ഇറങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇത് ചർച്ച ചെയ്യും. ഇങ്ങനൊരു വലിയ പ്രൊഡക്ഷൻ കമ്പനി ഒരു പ്രൊജക്റ്റിൽ നിന്ന് മാറുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് ശ്രദ്ധിക്കും. ഇതിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ പോലും ആദ്യം ആൾക്കാരൊന്ന് ശ്രദ്ധിക്കും. പക്ഷേ മറ്റൊരു വലിയ ഫിനാൻഷ്യൽ പവർ അവിടെ വന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ വർക്കാവും. പ്ലസ് ലൈക്ക പ്രൊഡക്ഷൻസ് എമ്പുരാൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ സ്പേസിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട കീവേഡ്സ് ആയി തുടരുകയും കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുകയും ഒക്കെ ചെയ്യും. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ്സിന് അവർ പോലും അറിഞ്ഞു ചെയ്താണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ഉപകാരപ്പെട്ടിട്ടേ ഉള്ളൂ. പിന്നെ എമ്പുരാന് ടിക്കറ്റ് കിട്ടാനില്ല. ഫസ്റ്റ് ഡേ ടിക്കറ്റ് സെയിൽസ് ഇത്രയും വലിയ റെക്കോർഡ്സിനെ മറികടന്നു എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് അത്രയും വലിയ ഉറപ്പൊന്നുമില്ല. ഇങ്ങനൊരു സിനിമ റിലീസ് ആകുമ്പോഴേക്കും ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്രയും അധികം ടിക്കറ്റുകൾ വാങ്ങി തീർക്കാൻ ആളുകൾ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ഹൈപ്പ് സിനിമയ്ക്കുണ്ട് മലയാളികൾക്കിടയിൽ. പക്ഷേ മറ്റു ഭാഷകളിൽ അങ്ങനെയും കൂടി വന്നാലാണല്ലോ ഈ പറയുന്ന റെക്കോർഡ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. മുമ്പ് പലപ്പോഴും പല തിയേറ്റർ ഓണേഴ്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഷോ തുടങ്ങുമ്പോഴേക്കും ലിസ്റ്റ് ചെയ്യുമ്പോഴേക്കും ടിക്കറ്റ്സ് ഒക്കെ വിറ്റ് തരും. അത് എടുക്കുന്നത് ആ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് ആയിരിക്കും. എന്നിട്ട് അവർ തന്നെ പരസ്യം ചെയ്യുന്നുണ്ടാവുക ഹൗസ്ഫുൾ ഷോസ് ആണ്, കംപ്ലീറ്റ് എവിടെയും കിട്ടാനില്ല. എന്നിട്ട് നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ ആ ബുക്ക് മൈ ഷോയുടെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഷെയർ ചെയ്യാറൊക്കെയില്ലേ. അത് ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇതങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ടിക്കറ്റ് കിട്ടാനാവുന്നില്ല അല്ലെങ്കിൽ ഇത്രയധികം സെയിൽസ് ടിക്കറ്റിന് ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഒരു പാൻ ഇന്ത്യൻ വാർത്തയാണ്. എന്ന് വെച്ചാൽ സിനിമാ ലോകത്തെ സംബന്ധിച്ച് പുഷ്പയുടെ റെക്കോർഡ് അടുത്തെത്തി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ KGFൻ്റെ റെക്കോർഡ് തൂക്കി എന്നൊക്കെ പറയുന്നതോ ഇതൊക്കെ ഒരു വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഉതകുന്നതാണ്. അവിടെയും എമ്പുരാൻ എന്തിത്ര ഹൈപ്പ് എന്ന് പറയുന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിടപ്പുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇറ്റ്സ് എ ബിഗ് ബഡ്ജറ്റ് മൂവി. പക്ഷേ പൃഥ്വിരാജ് തന്നെ ആ ഒരു ഇൻ്റർവ്യൂ സെഷനിൽ പറഞ്ഞതുപോലെ ഈ ബഡ്ജറ്റ് കൂടുതലും മുടക്കിയിട്ടുള്ളത് സിനിമയുടെ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ പൃഥ്വിരാജ് ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഒക്കെ ഈ സിനിമയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് പരിപാടിയിലായിരിക്കും വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ പ്രാഥമികമായ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് സിനിമ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് വന്നാലാണല്ലോ പ്രോഫിറ്റ് ഷെയറിംഗ് നടക്കുക. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്ന രീതിയിൽ ഈ സിനിമയെ പരമാവധി മികച്ചതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സംവിധായകൻ പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇതിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ആൻ്റണി പെരുമ്പാവൂരും ലൈക്കയും ഗോകുലം ഗോപാലിനും അടങ്ങുന്ന ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിലും അതിനുള്ളൊരു സപ്പോർട്ട് ഉണ്ടാവും. പലപ്പോഴും നമ്മുടെ നാട്ടിൽ സിനിമകളുടെ ബഡ്ജറ്റൊക്കെ വലിയ ബഡ്ജറ്റൊക്കെ പറയും, പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ അയ്യേ എന്ന് പോലും പറയാൻ തോന്നാത്ത അവസ്ഥയിൽ സിനിമയുടെ ഔട്ട്പുട്ട് വരാറുണ്ട്. സിനിമയ്ക്ക് എത്ര തുക ചെലവഴിക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെലവഴിച്ചു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് പ്രേക്ഷകനോട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ട്രെയിലർ കാണിച്ചിട്ടാണ്. ട്രെയിലറിലെ വിഷ്വൽസ്, അവിടുത്തെ ലാൻഡ്സ്കേപ്സ്, ഓരോ സ്ഥലങ്ങളും കാണിച്ചിരിക്കുന്നത്, ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളെ കാണിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു ഒറിജിനൽ ഫീൽ എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹൈപ്പുണ്ട്. നാലാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് പൃഥ്വിരാജ്. ഇറ്റ്സ് പൃഥ്വിരാജ് എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. കാരണം നമ്മൾ പലപ്പോഴും പറയും പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പദമൊക്കെ ഉപയോഗിക്കുമല്ലോ. അതായത് പാൻ ഇന്ത്യൻ ലെവലിൽ സിനിമ ഹിറ്റായിട്ടുള്ള ആൾ. ഇപ്പോൾ പ്രഭാസിനെ നമ്മൾ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ ലെവലിൽ അത്രയും വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിച്ച സിനിമയുടെ ഭാഗമാവുന്നു. വീണ്ടും അയാൾ ഭാഗമാവുന്ന സിനിമകൾ അത്രയും വലിയ സ്കെയിലിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ കേരളത്തിന് പുറത്തുള്ള കുറച്ച് ഭാഷകളിൽ ഏതെങ്കിലും ഒരു സിനിമയോ 2 സിനിമയോ മാത്രം വിജയിച്ചിട്ടുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ച് മലയാളം പോലെ താരതമ്യേന ഒരു ചെറിയ സ്റ്റേറ്റാണ്. നമ്മൾ മറ്റേ പഴംപൊരിയുടെ പാത്രത്തിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന പഴംപൊരി ചുരുണ്ട് കിടക്കില്ല എന്ന് പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് സ്റ്റേറ്റാണ്. മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമയ്ക്കുള്ള ഓഡിയൻസും ഈ കുഞ്ഞു പഴംപൊരിയുടെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഒരു സിനിമ അത് എത്ര സിനിമകൾ ഉണ്ടാക്കിയാലാണ് ഈ പറയുന്ന പാൻ ഇന്ത്യൻ ലെവലിൽ ചെന്ന് ഹിറ്റ് ചെയ്ത് അവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ പതിയുക. ഇപ്പോൾ പ്രഭാസൊക്കെ ചെയ്ത ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് അത് എത്രയോ വർഷം ഏതൊക്കെ ഗ്രേഡുകളിലുള്ള തിയേറ്ററുകളിൽ റൺ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അയാളുടെ മുഖം ഇത്രയും ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. 1-2 സിനിമകൾ നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ വലിയ കളക്ഷൻ ഉണ്ടാക്കി എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പൃഥ്വിരാജിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കോൺടാക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ ഭാഗമായിട്ടുള്ള സിനിമകൾ വിവിധ ഭാഷകളിൽ വലിയ വിജയങ്ങളായ സിനിമകളുണ്ട്, ട്രോൾ ചെയ്യപ്പെട്ട സിനിമകളുണ്ട്. ഈവൻ ട്രോൾ ചെയ്യപ്പെടുമ്പോൾ പോലും 1 മില്യൺ വ്യൂ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ട്രോൾ വീഡിയോ നമ്മളെടുത്ത് നോക്കിയാൽ, മറ്റേ മിയാൻ ചോട്ടെ മിയാൻ ബഡേ മിയാൻ, അതോ ബഡേ മിയാൻ ചോട്ടെ മിയാനോ, ആ സാധനമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഈവൻ ട്രോൾ ചെയ്യപ്പെട്ടിട്ടാണെങ്കിലും ഈ ഫേസ് ഭയങ്കര ഫെമിലിയറാണ്. ആളുകൾക്ക് എപ്പോഴും ഈ പരിചിതമായ കാര്യങ്ങളോട് ഒരു അനുഭാവത്തോടു കൂടി സമീപിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയുണ്ട്. അയാൾ പാൻ ഇന്ത്യൻ ലെവലിൽ സൂപ്പർ ഹിറ്റായ ഒരുപാട് സിനിമകളിലെ നായകനല്ല, പക്ഷേ ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന വിവിധ ഭാഷകളിലെ സിനിമകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആൻഡ് ഈ പറയുന്ന പോലെ മറ്റ് ഭാഷകളിൽ നിന്ന് വരുന്ന സിനിമകളുടെ ഡിസ്ട്രിബ്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അയാൾ പാൻ ഇന്ത്യൻ ലെവലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ഈവൻ ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ ലെവലിൽ ഉൾപ്പെടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് അവരുണ്ടാക്കിയെടുക്കുന്ന ഹൈപ്പാണിത്. ആൻഡ് ഓഫ് കോഴ്സ് ലാലേട്ടൻ, മോഹൻലാൽ എന്ന് പറയുന്നത്, ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ആമസോൺ പ്രൈമിൽ വന്നതൊക്കെ എനിക്ക് എന്താ പറയുക, അത് ഭയങ്കര സംഭവമായിരുന്നു. അത്രയും ഭയങ്കര പ്രൊമോഷൻസ് ഒക്കെ അവർ കൊടുത്തുകൊണ്ട് ഒരു പക്ഷേ ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നത് ഈ സിനിമയുടെ വരവോടുകൂടി ആയിരിക്കും എന്ന് തോന്നുന്നു. അവരതിനെ അങ്ങനെ പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ വലിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോഴോ ഓൾറെഡി ലൂസിഫർ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ ഈ പറയുന്ന ഇലുമിനാറ്റി ചർച്ചകളും ഒക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഘടകങ്ങൾ വിത്ത് മോഹൻലാൽ ആസ് എ ബിഗ് നെയിം അത് വരുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്, അതുണ്ടാക്കുന്ന ഹൈപ്പും വളരെ വലുതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, വളരെ 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 പ്രധാനപ്പെട്ടൊരു കാര്യം. ഹൈപ്പ് ഡിസേർവ് ചെയ്യുന്ന സിനിമയ്ക്ക് മാത്രമേ ഹൈപ്പ് ഉണ്ടാക്കാൻ മെനക്കെടാവൂ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. മലയാളത്തിൽ നിന്ന് പല സിനിമകളും ഈ പറഞ്ഞ പോലെ പാൻ ഇന്ത്യൻ നമ്മൾ മലമറിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉദ്ദേശിച്ച ഹൈപ്പ് സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെല്ലാവരും എഴുതി തള്ളുന്നത് പോലെ അല്ലല്ലോ വിവിധ ഭാഷകളിൽ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുമ്പോൾ അവിടെ എങ്ങനെ ആളുകൾ അതിനെ സ്വീകരിക്കുന്നു, ഈ പറയുന്ന പ്രസ് എങ്ങനെ അത് ഏറ്റെടുക്കുന്നു, ജനങ്ങൾ അതിനെ എങ്ങനെ ഏറ്റെടുക്കുന്നു, ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളും കൂടി ആശ്രയിച്ചാണ് ഇരിക്കുക. അപ്പോൾ ഈ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് വെറുതെ തള്ളിയിട്ട് കാര്യമില്ലല്ലോ. പാൻ ഇന്ത്യൻ ആവാനുള്ള സ്റ്റഫ് അതിനകത്ത് വേണം. അതില്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും വലിയ പേരുകൾ ഉണ്ടെങ്കിലും, ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ എത്രയോ സിനിമകൾ അതിനുശേഷം ചെയ്തിട്ടുണ്ട്, ഈ ഹിന്ദി സിനിമകളൊക്കെ ചെയ്തതിന് ശേഷം. പക്ഷേ എല്ലാ സിനിമകളും പുള്ളി ഇങ്ങനെ പുഷ് ചെയ്യാൻ വേണ്ടി ഓടെ നടന്നിട്ടില്ല. മോഹൻലാൽ അദ്ദേഹത്തിനും വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിവിധ ഭാഷകളിൽ റിലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ കോൺടാക്ട്സ് ഒക്കെ ഉപയോഗിക്കാമായിരുന്നു. എല്ലാം അങ്ങനെ ഓടി നടന്ന് പുഷ് ചെയ്തിട്ട് കാര്യമില്ല. ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേർത്തായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാകുമ്പോഴാണ്. അതിൽ പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല സിനിമകൾ മോശം സിനിമകളേ ഉള്ളൂ, ഈ സിനിമ നല്ല സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഈ നല്ല സിനിമ ഉണ്ടാക്കാൻ കുറച്ചധികം പണം ചെലവഴിക്കേണ്ടി വന്നു. ആൻഡ് പണം ചെലവഴിച്ചിരിക്കുന്നത്
ബഹുഭൂരിപക്ഷവും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. എൻ്റെ അയാൾ പറഞ്ഞ ഒരു പോയിൻ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈപ്പ് നൽകുന്നത്. ഈ സിനിമ കണ്ടതിന് ശേഷം ഈ സിനിമയ്ക്ക് ചിലവായി എന്ന് പ്രേക്ഷകൻ വിചാരിക്കുന്ന ബഡ്ജറ്റിനേക്കാൾ കുറഞ്ഞ ബഡ്ജറ്റിലാണ് അവർ ഈ സിനിമ ചെയ്തിരിക്കുന്നതെന്ന്. അത് എജാതി കോൺഫിഡൻസ് ഉണ്ടാവണം അങ്ങനെ ഒരു പറച്ചിൽ പറയണമെങ്കിൽ. പിന്നെ പ്രസ് മീറ്റുകളെ കുറിച്ച് കുറേ ആൾക്കാർ ഇങ്ങനെ പല ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ചൊറിയുന്ന ചോദ്യങ്ങളുമായി വന്ന്. എനിക്കത് ചൊറിയുന്ന ചോദ്യങ്ങളായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു സിനിമ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അവർ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് സിനിമ വരുമ്പോൾ അവർ ചോദിക്കാനിടയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ ഈ ഭാഷാപരമായ ഒരു വേർതിരിവിനെ കുറിച്ച് സംസാരിച്ചത് മാത്രമാണ്. പക്ഷേ അത് ആ ടീം വളരെ ഗംഭീരമായിട്ട് അതിനെ ഡീൽ ചെയ്തു. അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതിലൊരു പത്രപ്രവർത്തകൻ ചോദിച്ചൊരു ചോദ്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് മലയാളത്തിൽ എത്ര ഡിസ്കഷൻ നടന്നിട്ടുണ്ട് എന്നെനിക്കറിയില്ല. ഈ ലൂസിഫർ അല്ലെങ്കിൽ എമ്പുരാൻ്റെ ടൈറ്റിലിന് തൊട്ട് താഴെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് എഴുതിയിരിക്കുന്ന അതേ വലിപ്പത്തിൽ തന്നെയാണ് റൈറ്റർ മുരളി ഗോപിയുടെയും പേര് എഴുതിയിരിക്കുന്നത്. റൈറ്ററിൻ്റെ പേര് അത്രയും ഇമ്പോർട്ടൻസോടെ കൊടുക്കുന്നതിന് അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്രപ്രവർത്തകൻ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഇങ്ങനത്തെ പ്രൊമോഷണൽ ഇൻ്റർവ്യൂസിൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ അറ്റവും മൂലം മാത്രം കണ്ടിട്ട് അവന്മാർ ഒരു ചോദ്യം ചോദിച്ചു എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണെന്ന് തോന്നുന്നു. ആൻഡ് ഓഫ് കോഴ്സ് പലതരം ബാരിയേഴ്സ് ഉണ്ട്. അതിലൊന്ന് തന്നെയാണ് ഈ ഭാഷാ വ്യത്യാസം എന്ന് പറയുന്നത്. അതിനെ കൂടി ഓവർകം ചെയ്തുകൊണ്ട് ഒരു മലയാളം സിനിമയ്ക്ക് ഇത്രയധികം സ്ക്രീനുകൾ സമ്പാദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത്രയും ഓഡിയൻസിലേക്ക് എത്തുന്ന രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മലയാള സിനിമയുടെ ഒരു വലിയ വളർച്ച തന്നെയാണ്. കുഴിച്ചിട്ട മരത്തിലൊക്കെ പൊന്ന് കായ്ക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാനാരെയും കുത്തി പറയാലോ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഈ സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് ഉണ്ടാവാനുള്ളൊരു കാരണം എന്തായിരിക്കും? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ല ചർച്ച കേട്ടോ. ആവശ്യമില്ലാതെ മമ്മൂക്കയൊക്കെ ഇതിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അഭിനേതാവിനെ ഇതിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് വരിക, എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള മലയാള സിനിമ അതിന് മുകളിലേക്ക് വളർന്നു. പ്രേക്ഷകർ കുറച്ചൊരിച്ചിരി ബോധം കാണിക്കണം, പ്രത്യേകിച്ച് ഫാൻസ്. ഈ മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും കൂടി ബഹളം വെച്ച് കഴിഞ്ഞിട്ട് എമ്പുരാൻ അവസാനിക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ സൗണ്ടിൽ ഒരു ഫോൺ കോള് അബ്രഹാം ഖുറേഷിക്ക് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ കാണിച്ചു കൂട്ടിയ ഫൈറ്റും വിളിച്ച ചീത്തയൊക്കെ വെറുതെ ആവില്ലേ? എമ്പുരാൻ എങ്ങനെ എൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു തേർഡ് പാർട്ട് വരുന്നുണ്ടെങ്കിൽ, വരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്, ആ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അങ്ങനെ ഒരു തേർഡ് പാർട്ട് വരുന്നുണ്ടെങ്കിൽ അത് ക്ലാഷ് ഓഫ് ടൈറ്റൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമായിരിക്കും. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഇത്രയും വലിയൊരു മേഴ്സണറി ഗ്രൂപ്പിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഡ്രഗ് കാർട്ടൽസും ജിഹാദികളും ഒക്കെ പേടിക്കുന്ന ഒരു പേരിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ക്യാരക്ടറിനെ അത്രയും മാഗ്നിറ്റ്യൂഡോടെ അവതരിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു ആർട്ടിസ്റ്റ് അതാരായിരിക്കും, ഏതായിരിക്കും? ഇപ്പോൾ ഒരു ഇച്ചിരി ബോധത്തോടു കൂടി അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ആവശ്യമില്ലാത്ത മണമളാഞ്ചൻ ചർച്ചകൾക്ക് നിൽക്കാതെ ലെറ്റ്സ് സെലിബ്രേറ്റ്. അത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഒക്കെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.